നമസ്കാരം. പ്രേം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ഏപ്രിൽ മാസം 1 മുതൽ 15 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായ വ്യക്തിയാണ് നിധി തിവാരി. പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായ വ്യക്തി ആരാണ്? നിധി തിവാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ലീലാവതിക്കാണ്. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എം ലീലാവതിക്കാണ്. നെക്സ്റ്റ്, സ്പൈസ് ബോർഡിന്റെ ചെയർപേഴ്സൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. സ്പൈസ് ബോർഡിന്റെ ചെയർപേഴ്സൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഹിരാകാശ യാത്രികരെ ആദ്യമായി പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ദൗത്യമാണ് ഫ്രാം 2. ബഹിരാകാശ യാത്രികരെ ആദ്യമായി പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് ഫ്രാം 2. നെക്സ്റ്റ്, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി മാനുഷിക സഹായ ദുരന്ത നിവാരണ അഭ്യാസമാണ് ടൈഗർ ട്രയംഫ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി മാനുഷിക സഹായ ദുരന്ത നിവാരണ അഭ്യാസത്തിന്റെ പേരാണ് ടൈഗർ ട്രയംഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗ്രീസ് ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് ഇനിയോച്ചാസ് 25. ഇന്ത്യ ഗ്രീസ് ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന്റെ പേരാണ് ഇനിയോച്ചാസ് 25. നെക്സ്റ്റ്, സ്വാതന്ത്ര്യ സമര സേനാനി രാംപ്രസാദ് ബിസ്മിലിന്റെ ആത്മകഥയുടെ ഇംഗ്ലീഷ് പതിപ്പാണ് എ ഗ്ലിംസ് ഓഫ് മൈ ലൈഫ്. സ്വാതന്ത്ര്യ സമര സേനാനി രാംപ്രസാദ് ബിസ്മിലിന്റെ ആത്മകഥയുടെ ഇംഗ്ലീഷിന്റെ പതിപ്പാണ് എ ഗ്ലിംസ് ഓഫ് മൈ ലൈഫ്. ഇതിന്റെ ഒറിജിനൽ പേരെന്തോന്നാണ്? നിത് ജീവാൻ കി ചാഥ എന്നാണ് ഒറിജിനൽ. അപ്പൊ സ്വാതന്ത്ര്യ സമര സേനാനി രാംപ്രസാദ് ബിസ്മിലിന്റെ ആത്മകഥയുടെ ഇംഗ്ലീഷ് പതിപ്പാണ് എ ഗ്ലിംസ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത്. അതിന്റെ ഒറിജിനൽ പേര് നിത് ജീവാൻ കി ചാഥ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴ്ന്ന വരുമാനക്കാർക്കുള്ള പ്രധാന ഭവന പദ്ധതിയായ അന്ത്യോദയ ഗൃഹയോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് ഒഡീഷ. താഴ്ന്ന വരുമാനക്കാർക്കുള്ള പ്രധാന ഭവന പദ്ധതിയായ അന്ത്യോദയ ഗൃഹയോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷയുടെ മുഖ്യമന്ത്രി ആരാണ്? മോഹൻ ചരൺ മാജിയാണ് ഒഡീഷ മുഖ്യമന്ത്രി. അപ്പോൾ താഴ്ന്ന വരുമാനക്കാർക്കുള്ള പ്രധാന ഭവന പദ്ധതിയായ അന്ത്യോദയ ഗൃഹയോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് ഒഡീഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനായി P4 മാർഗദർശി ബംഗാരു കുടുംബം ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനായി P4 മാർഗദർശി ബംഗാരു കുടുംബം ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ്, അടുത്തിടെ ചൊവ്വയിലെ ഏറ്റവും വലിയ ജൈവ തന്മാത്രയെ കണ്ടെത്തിയ നാസയുടെ റോവറാണ് ക്യൂരിയോസിറ്റി. അടുത്തിടെ ചൊവ്വയിലെ ഏറ്റവും വലിയ ജൈവ തന്മാത്രയെ കണ്ടെത്തിയ നാസയുടെ റോവറിന്റെ പേരാണ് ക്യൂരിയോസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാമ്പ് വിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സുവിൻ പോർട്ടൽ. രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാമ്പ് വിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സുവിൻ പോർട്ടൽ. നെക്സ്റ്റ്, 2025 ദേശീയ സീനിയർ ഖോ-ഖോ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഒഡീഷ. 2025 ദേശീയ സീനിയർ ഖോ-ഖോ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ഒഡീഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 പുരുഷ ഹോക്കി ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി രാജ്ഗീർ, ബീഹാർ. 2025 പുരുഷ ഹോക്കി ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചാൽ ബീഹാറിലെ രാജ്ഗീർ. നെക്സ്റ്റ്, 2025 മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് യാക്കൂബ് മെൻസിക്. 2025 മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയ വ്യക്തിയാണ് യാക്കൂബ് മെൻസിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൗര സേവനങ്ങൾക്കായി സാരഥി എന്ന AI ചാറ്റ്ബോട്ട് ആരംഭിച്ച സംസ്ഥാനമാണ് ഹരിയാന. പൗര സേവനങ്ങൾക്കായി സാരഥി എന്ന AI ചാറ്റ്ബോട്ട് ആരംഭിച്ച സംസ്ഥാനമാണ് ഹരിയാന. നെക്സ്റ്റ്, 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പിന് കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ. 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പ് കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ. നെക്സ്റ്റ്, ആതിഥേയ രാജ്യങ്ങൾക്ക് ശേഷം 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ആദ്യ രാജ്യമാണ് ജപ്പാൻ. ആതിഥേയ രാജ്യങ്ങൾക്ക് ശേഷം 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ആദ്യ രാജ്യമാണ് ജപ്പാൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 നീതി ആയോഗിന്റെ ക്ഷയരോഗ നിർമ്മാർജ്ജന ലക്ഷ്യത്തിൽ 95% കൈവരിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഞ്ചാബിലെ ആദ്യ പുള്ളിപ്പുലി സഫാരി വന്യജീവി സങ്കേതമാണ് ജജ്ജാർ ബജൌലി വന്യജീവി സങ്കേതം. പഞ്ചാബിലെ ആദ്യ പുള്ളിപ്പുലി സഫാരി വന്യജീവി സങ്കേതമാണ് ജജ്ജാർ ബജൌലി വന്യജീവി സങ്കേതം. നെക്സ്റ്റ് 2025 ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനത്തിന്റെ പ്രമേയം ന്യൂറോ ഡൈവേഴ്സിറ്റിയും UN സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും മെച്ചപ്പെടുത്തുക എന്നതാണ്. ന്യൂറോ ഡൈവേഴ്സിറ്റിയും UN സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും മെച്ചപ്പെടുത്തുക. 2025 ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനത്തിന്റെ പ്രമേയമാണ് ന്യൂറോ ഡൈവേഴ്സിറ്റിയും UN സുസ്ഥിര വികസനവും മെച്ചപ്പെടുത്തുക. എന്താണ് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്നത്? ഏപ്രിൽ 2 ആണ് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2025 ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ന്യൂറോ ഡൈവേഴ്സിറ്റിയും UN സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും മെച്ചപ്പെടുത്തുക എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വരുന്നത് കളമശ്ശേരി. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വരുന്നത് കളമശ്ശേരിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 ഏപ്രിലിൽ GI ടാഗ് പദവി ലഭിച്ച തമിഴ്നാട്ടിലെ ഉൽപ്പന്നങ്ങളാണ് കുംഭകോണം വെറ്റിലയും തോവലൈ മാണിക്യമാലയും. 2025 ഏപ്രിലിൽ GI ടാഗ് പദവി ലഭിച്ച തമിഴ്നാട്ടിലെ ഉൽപ്പന്നങ്ങളാണ് കുംഭകോണം വെറ്റില, തോവലൈ മാണിക്യമാല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജ്യത്തെ ജീവിത ചിലവ് ഏറിയ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം മുംബൈയാണ്. രാജ്യത്തെ ജീവിത ചിലവ് ഏറിയ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം ചോദിച്ചാൽ മുംബൈ. കൊച്ചിയുടെ സ്ഥാനം എത്രയാണ്? 15ാം സ്ഥാനമാണ് കൊച്ചിക്ക്. അപ്പോൾ രാജ്യത്ത് ജീവിത ചിലവ് ഏറിയ നഗരങ്ങളിൽ ഒന്നാമത് മുംബൈ. കൊച്ചി നഗരത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 15ാം സ്ഥാനമാണ് കൊച്ചിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 ലോക ബോക്സിംഗ് കപ്പിന്റെ വേദി ബ്രസീല്. 2025 ലോക ബോക്സിംഗ് കപ്പ് വേദി ചോദിച്ചാൽ ബ്രസീല്. നെക്സ്റ്റ് കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനത്തിന്റെ പേരാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വഖഫ് ഭേദഗതി ബിൽ 2025 ലോകസഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജു. വഖഫ് ഭേദഗതി ബില്ല് 2025 ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ആണ്. ഉമീദ് ആക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ്. ഉമീദ് ആക്ട് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ഡെവലപ്മെന്റ് ആക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ലോകസഭ പാസാക്കിയത് എന്നാണ്? 2025 ഏപ്രിൽ 3 ബില്ല് ലോകസഭ പാസാക്കുന്നത്. അപ്പൊ വഖഫ് ഭേദഗതി ബില്ല് ലോകസഭ പാസാക്കുന്നത് 2025 ഏപ്രിൽ 3, 2025 ഏപ്രിൽ 4 ഇത് രാജ്യസഭ പാസാക്കുന്നത്. 2025 ഏപ്രിൽ 5 രാഷ്ട്രപതി ഇതിൽ ഒപ്പിടുന്നത്, ബില്ലിൽ ഒപ്പിടുന്നത്. അപ്പൊ വഖഫ് ഭേദഗതി ബില്ല് 2025 ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? കിരൺ റിജിജു. കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ആണ് ഇത് ലോകസഭയിൽ അവതരിപ്പിച്ചത്. ബില്ല് ലോകസഭ പാസാക്കിയത് 2025 ഏപ്രിൽ 3 ബില്ല് 2025 ഏപ്രിൽ 4 രാജ്യസഭ പാസാക്കിയത്. 2025 ഏപ്രിൽ 5 രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിട്ടു. ഉമീദ് ആക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ഡെവലപ്മെന്റ് ആക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് പൂനം ഗുപ്ത. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായ വ്യക്തിയാണ് പൂനം ഗുപ്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനമാണ് കേരളം. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ് GI ടാഗ് പദവി ലഭിച്ച മേഘാലയയിൽ നിന്നുള്ള പരമ്പരാഗത കൈ
കൈത്തറി സിൽക്കാണ് റൈൻഡിയ. GI ടാഗ് പദവി ലഭിച്ച മേഘാലയയിൽ നിന്നുള്ള പരമ്പരാഗത കൈത്തറി സിൽക്കാണ് റൈൻഡിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിന്നും GI പദവി ലഭിച്ച ഏക കൈകൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുവാണ് ഇടുക്കി ആദിവാസി കരകൗശല വിദഗ്ധർ മുള കൊണ്ട് നിർമ്മിച്ച കണ്ണാടിപ്പായ. അപ്പൊ കേരളത്തിൽ നിന്നും GI ടാഗ് പദവി ലഭിച്ച ഏക കരകൗശല വസ്തുവാണ് കണ്ണാടിപ്പായ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അരുണാചൽ പ്രദേശിലെ മിഷ്മി കുന്നുകളിൽ വീണ്ടും കണ്ടെത്തിയ 1926 അവസാനമായി കണ്ട അപൂർവ ഇനം ഓർക്കിഡാണ് ക്രെപ്പിഡിയം പാരിയ. അരുണാചൽ പ്രദേശിലെ മിഷ്മി കുന്നുകളിൽ വീണ്ടും കണ്ടെത്തിയ 1926 അവസാനമായി കണ്ട അപൂർവ ഓർക്കിഡിന്റെ പേരാണ് ക്രെപ്പിഡിയം പാരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സാറ ജോസഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന ഇലക്ഷൻ വകുപ്പിന്റെ ഏകീകൃത ടോൾ ഫ്രീ നമ്പറാണ് 1950. സംസ്ഥാന ഇലക്ഷൻ വകുപ്പിന്റെ ഏകീകൃത ടോൾ ഫ്രീ നമ്പറാണ് 1950. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2027 പ്രഥമ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2027 പ്രഥമ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പ്രമുഖ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ BSE ആരംഭിച്ച കാർഷികോൽപ്പന്നങ്ങൾക്കുള്ള ഇലക്ട്രോണിക് സ്പോട്ട് പ്ലാറ്റ്ഫോം ആണ് BEAM. ഇന്ത്യയിലെ പ്രമുഖ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ BSE ആരംഭിച്ച കാർഷികോൽപ്പന്നങ്ങൾക്കുള്ള ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ആണ് BEAM. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ വയനാടൻ ഭൂപ്രകൃതിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് വയനാടൻ ടോറന്റ് ഡാർട്ട്. പശ്ചിമഘട്ടത്തിലെ വയനാടൻ ഭൂപ്രകൃതിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് വയനാടൻ ടോറന്റ് ഡാർട്ട്. ഇതിന്റെ ശാസ്ത്രീയ നാമം യുഫേയ വയനാഡെൻസിസ് എന്നാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ വയനാടൻ ഭൂപ്രകൃതിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയുടെ പേരാണ് വയനാടൻ ടോറന്റ് ഡാർട്ട്. ശാസ്ത്രീയ നാമം ചോദിച്ചാൽ യുഫേയ വയനാഡെൻസിസ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക ബോക്സിംഗ് കപ്പ് ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഹിതേഷ്. ലോക ബോക്സിംഗ് കപ്പ് ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഹിതേഷ്. നെക്സ്റ്റ്, 7th എഡിഷൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്നത് ബീഹാർ. 7th എഡിഷൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്നത് ബീഹാർ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക അത്ലറ്റിക് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഇന്ത്യയിലെ ഹരിയാനയിലാണ്. ലോക അത്ലറ്റിക് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഇന്ത്യയിലെ ഹരിയാനയിലാണ്. നെക്സ്റ്റ്, ഇന്ത്യയുമായി മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി കരാറിൽ ഒപ്പുവെച്ച യൂറോപ്പിലെ ആദ്യ രാജ്യമാണ് പോർച്ചുഗൽ. ഇന്ത്യയുമായി മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി കരാറിൽ ഒപ്പുവെച്ച യൂറോപ്പിലെ ആദ്യ രാജ്യമാണ് പോർച്ചുഗൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഏപ്രിലിൽ ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്രഭൂഷൺ പുരസ്കാരം ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. 2025 ഏപ്രിലിൽ ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്രഭൂഷൺ പുരസ്കാരം ലഭിച്ചത് നരേന്ദ്രമോദിക്ക്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമായ ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തതെന്നാണ് 2025 ഏപ്രിൽ 6-നാണ്. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമായ ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6-ന് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ജിയോളജിക്കൽ സർവേ സ്ഥിരീകരിച്ച രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ അലുമിനിയം അയിര് നിക്ഷേപമാണ് കാറടുക്ക കാസർഗോഡ്. ജിയോളജിക്കൽ സർവേ സ്ഥിരീകരിച്ച രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ അലുമിനിയം അയിര് നിക്ഷേപമാണ് കാസർഗോഡിലെ കാറടുക്ക. നെക്സ്റ്റ്, 2025 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ എന്നാണ്. ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ഹെൽത്തി ബിഗിനിങ്സ്
ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. 2025 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. എന്നാണ് ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ഏപ്രിൽ 7 ആണ് ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2025 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശാസ്ത്രീയ വ്യവസായിക ഗവേഷണ സമിതി നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച വിമാനമാണ് ഹൻസ 3. ശാസ്ത്രീയ വ്യാവസായിക ഗവേഷണ സമിതി നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച വിമാനമാണ് ഹൻസ 3. നെക്സ്റ്റ്, ബ്രിട്ടന്റെ ഫ്രെഡ് ഡാരിംഗ്ടൺ സാൻ മാസ്റ്റർ അവാർഡ് ലഭിച്ചത് സുദർശൻ പട്നായിക്. ബ്രിട്ടന്റെ ഫ്രെഡ് ഡാരിംഗ്ടൺ സാൻ മാസ്റ്റർ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് സുദർശൻ പട്നായിക്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുദർശൻ പട്നായിക്. അപ്പോൾ ബ്രിട്ടന്റെ ഫ്രെഡ് ഡാരിംഗ്ടൺ സാൻ മാസ്റ്റർ അവാർഡ് ലഭിച്ചതാർക്കാണ്? സുദർശൻ പട്നായിക്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുദർശൻ പട്നായിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മാരിടൈം ദിനാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര തുറമുഖ മന്ത്രാലയം ഏർപ്പെടുത്തിയ സാഗർ സമ്മാൻ വരുണ പുരസ്കാരം ലഭിച്ചത് രാജേഷ് ഉണ്ണി. ദേശീയ മാരിടൈം ദിനാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര തുറമുഖ മന്ത്രാലയം ഏർപ്പെടുത്തിയ സാഗർ സമ്മാൻ വരുണ പുരസ്കാരം ലഭിച്ചത് രാജേഷ് ഉണ്ണി. സിനർജി മറൈൻ ഗ്രൂപ്പ് സ്ഥാപകനാണ് രാജേഷ് ഉണ്ണി. അപ്പോൾ ദേശീയ മാരിടൈം ദിനാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര തുറമുഖ മന്ത്രാലയം ഏർപ്പെടുത്തിയ സാഗർ സമ്മാൻ വരുണ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? രാജേഷ് ഉണ്ണിക്കാണ്. ഇദ്ദേഹം സിനർജി മറൈൻ ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. രണ്ടാം സ്ഥാനം ആന്ധ്രാപ്രദേശിനാണ്. നെക്സ്റ്റ്, 43 റീജിയണൽ റൂറൽ ബാങ്കുകളുടെ പ്രവർത്തനക്ഷമതയും ചെലവ് യുക്തി സഹകരണവും ഏകീകരണവും കൈവരിക്കുന്നതിനായി ധനകാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വൺ സ്റ്റേറ്റ് വൺ RRB. 43 റീജിയണൽ റൂറൽ ബാങ്കുകളുടെ പ്രവർത്തനക്ഷമതയും ചെലവ് യുക്തി സഹകരണവും ഏകീകരണവും കൈവരിക്കുന്നതിനായി ധനകാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വൺ സ്റ്റേറ്റ് വൺ RRB. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 മാർച്ചിൽ വൈറ്റ് ഹൈഡ്രജൻ അഥവാ സ്വാഭാവിക ഹൈഡ്രജന്റെ നിക്ഷേപം കണ്ടെത്തിയ രാജ്യമാണ് ഫ്രാൻസ്. 2025 മാർച്ചിൽ വൈറ്റ് ഹൈഡ്രജൻ സ്വാഭാവിക ഹൈഡ്രജന്റെ നിക്ഷേപം കണ്ടെത്തിയ രാജ്യമാണ് ഫ്രാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ. അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും LICയും കുടുംബശ്രീയും സംയുക്തമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും LICയും കുടുംബശ്രീയും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 200 രൂപ വാർഷിക നിരക്കിൽ മികച്ച ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ. അപ്പൊ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമൺവെൽത്ത് നേഷൻസിന്റെ 7ാം സെക്രട്ടറി ജനറൽ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെർലി ബോത്സ്വേ. കോമൺവെൽത്ത് നേഷൻസിന്റെ 7ാം സെക്രട്ടറി ജനറൽ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഷെർലി ബോത്സ്വേ. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വനിതയാണ് ഘാന സ്വദേശിയായ ഷെർലി ബോത്സ്വേ. കോമൺവെൽത്ത് നേഷൻസിന്റെ 7ാം സെക്രട്ടറി ജനറൽ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെർലി ബോത്സ്വേ. നെക്സ്റ്റ്, രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് ക്രിസിറ്റി കോവൻട്രി. രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് ക്രിസിറ്റി കോവൻട്രി.
സിംബാബ്വെ നീന്തൽ താരമാണ് ഇവർ. സിംബാബ്വെ നീന്തൽ താരം. അപ്പൊ രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്ന ആദ്യ വനിത ആരാണ്? ക്രിസിറ്റി കോമൻട്രിയാണ്. ഇവര് സിംബാബ്വെ നീന്തൽ താരമാണ്. നെക്സ്റ്റ്, വനം വളർത്താൻ പ്രോത്സാഹനം നൽകുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് ട്രീ ബാങ്കിങ്. വനം വളർത്താൻ പ്രോത്സാഹനം നൽകുന്ന വനംവകുപ്പിന്റെ പദ്ധതിയാണ് ട്രീ ബാങ്കിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ HV ഈശ്വറിനാണ്. പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് HV ഈശ്വർ. നെക്സ്റ്റ്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പുതിയ ചെയർപേഴ്സൺ ആണ് ശിവസുബ്രഹ്മണ്യൻ രാമൻ. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പുതിയ ചെയർപേഴ്സൺ ആണ് ശിവസുബ്രഹ്മണ്യൻ രാമൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് പൊതുമേഖലയിൽ ആരംഭിച്ച ഓൺലൈൻ ഓട്ടോ ടാക്സി ബുക്കിംഗ് പ്ലാറ്റ്ഫോം ആണ് കേരള സവാരി. സംസ്ഥാനത്ത് പൊതുമേഖലയിൽ ആരംഭിച്ച ഓൺലൈൻ ഓട്ടോ ടാക്സി ബുക്കിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേരാണ് കേരള സവാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് ഭദ്രേഷ് ദാസ് സ്വാമിക്കാണ്. 2024 34ാമത് സരസ്വതി സമ്മാനം ലഭിച്ചത് ഭദ്രേഷ് ദാസ് സ്വാമി. 2024 34ാമത് സരസ്വതി സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ഭദ്രേഷ് ദാസ് സ്വാമി. കൃതി സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചത്. അപ്പൊ 2024 34ാമത് സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഭദ്രേഷ് ദാസ് സ്വാമിക്കാണ്. കൃതി ചോദിച്ച സ്വാമി നാരായണ സിദ്ധാന്ത സുധ. 2023 33ാമത് സരസ്വതി സമ്മാനം ആർക്കായിരുന്നു? പ്രഭാവർമ്മയ്ക്കായിരുന്നു 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത്. അപ്പൊ 2024 34ാമത് സരസ്വതി സമ്മാൻ ജേതാവ് ചോദിച്ചാൽ ഭദ്രേഷ് ദാസ് സ്വാമി. കൃതി സ്വാമി നാരായണ സിദ്ധാന്ത സുധ. 2023 ആരായിരുന്നു? പ്രഭാവർമ്മയായിരുന്നു സരസ്വതി സമ്മാന ജേതാവ്. നെക്സ്റ്റ്, അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ നടന്ന ISSF ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾസ് ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരനാണ് രുദ്രാൻഷ് പാട്ടീൽ. അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ നടന്ന ISSF ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരനാണ് രുദ്രാൻഷ് പാട്ടീൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്ട് എക്സ്. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്ട് എക്സ്. നെക്സ്റ്റ്, വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നാണ് MSC തുർക്കി. വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നാണ് MSC തുർക്കി. നെക്സ്റ്റ്, ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പേയ്മെന്റുകൾ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പേയ്മെന്റുകൾ ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീർ ലഡാക്ക് ഹൈക്കോടതികളുടെ ചീഫ് ജസ്റ്റിസായി നിയമിതയായത് ജസ്റ്റിസ് അരുൺ പല്ലി. ജമ്മു കാശ്മീർ ലഡാക്ക് ഹൈക്കോടതികളുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് അരുൺ പല്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വനിതകൾ മാത്രമായി നടത്തിയ ബഹിരാകാശ യാത്രാ ദൗത്യമാണ് ബ്ലൂ ഒറിജിൻ LS-31. വനിതകൾ മാത്രമായി നടത്തിയ ബഹിരാകാശ യാത്രാ ദൗത്യത്തിന്റെ പേരാണ് ബ്ലൂ ഒറിജിൻ NS-31. നെക്സ്റ്റ്, സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ വിമുക്ത മണ്ഡലമാണ് ധർമ്മടം. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ വിമുക്ത മണ്ഡലമാണ് ധർമ്മടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പട്ടികജാതി സംവരണങ്ങളുടെ ഉപവർഗീകരണം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് തെലങ്കാന. പട്ടികജാതി സംവരണങ്ങളുടെ ഉപവർഗീകരണം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് തെലങ്കാന. നെക്സ്റ്റ്, ലോകത്തെ ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ കഴിയുന്ന രാജ്യമാണ് നോർവേ. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ കഴിയുന്ന രാജ്യമാണ് നോർവേ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 49 ആണ് ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കന്യകാത്വ പരിശോധന മൗലികാവകാശ ലംഘനമെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതി. കന്യകാത്വ പരിശോധന മൗലികാവകാശ ലംഘനമെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വദേശ് ദർശൻ 2.0 പദ്ധതിക്ക് കീഴിൽ ലോകോത്തര ജലവിനോദ കേന്ദ്രമായി അനുമതി ലഭിച്ച കേരളത്തിലെ പ്രദേശമാണ് ആലപ്പുഴ. സ്വദേശ് ദർശൻ 2.0 പദ്ധതിക്ക് കീഴിൽ ലോകോത്തര ജലവിനോദ കേന്ദ്രമായി അനുമതി ലഭിച്ച കേരളത്തിലെ പ്രദേശമാണ് ആലപ്പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് PR ശ്രീജേഷ്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? PR ശ്രീജേഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICC പുറത്തുവിട്ട 2020 ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം ഹാർദിക് പാണ്ഡ്യ. ICC പുറത്തുവിട്ട 2020 ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഹാർദിക് പാണ്ഡ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 25 മണിക്കൂറും 6 മിനിറ്റും പ്രതീകാത്മക പ്രസംഗ പ്രതിഷേധവുമായി US സെനറ്റിൽ റെക്കോർഡിട്ട ഡെമോക്രാറ്റിക് അംഗമാണ് കോറി ബുക്കർ. 25 മണിക്കൂറും 6 മിനിറ്റും പ്രതീകാത്മക പ്രസംഗ പ്രതിഷേധവുമായി US സെനറ്റിൽ റെക്കോർഡിട്ട ഡെമോക്രാറ്റിക് അംഗമാണ് കോറി ബുക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യാന്തര കോടതി അംഗത്വമിടുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഹംഗറി. രാജ്യാന്തര കോടതി അംഗത്വമിടുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ചോദിച്ച യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഹംഗറി. രാജ്യാന്തര കോടതി അംഗത്വമിടുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഹംഗറി. നെക്സ്റ്റ്, സംസ്ഥാനത്ത് ആദ്യമായി സ്കൈ ഡൈനിങ് നിലവിൽ വരുന്നത് ബേക്കൽ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ബേക്കലിലാണ് സംസ്ഥാനത്ത് ആദ്യമായി സ്കൈ ഡൈനിങ് നിലവിൽ വരുന്നത്. അപ്പൊ സംസ്ഥാനത്ത് ആദ്യമായി സ്കൈ ഡൈനിങ് നിലവിൽ വരുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ ബേക്കലിലാണ്. നെക്സ്റ്റ്, രസതന്ത്ര മേഖലയിലെ ഗവേഷണ സംഭാവനകൾക്ക് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നൽകുന്ന ഭട്നഗർ ഫെലോഷിപ്പിന് അർഹനായ രാജ്യത്തെ മലയാളി രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ A. അജയ ഘോഷ്. രസതന്ത്ര മേഖലയിലെ ഗവേഷണ സംഭാവനകൾക്ക് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നൽകുന്ന ഭട്നഗർ ഫെലോഷിപ്പിന് അർഹനായ രാജ്യത്തെ മലയാളി രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ A. അജയ ഘോഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് സുസുക്കയിലെ തുടർച്ചയായ 4ാം കിരീടം നേടിയ ലോക ചാമ്പ്യനാണ് മാക്സ് വെസ്റ്റപ്പൺ. ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് സുസുക്കയിലെ തുടർച്ചയായ 4ാം കിരീടം നേടിയ ലോക ചാമ്പ്യനാണ് മാക്സ് വെസ്റ്റപ്പൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർനെറ്റ് വേഗത്തിൽ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ രാജ്യമാണ് UAE. 99.5%. ഇന്റർനെറ്റ് വേഗത്തിൽ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ രാജ്യമാണ് UAE. രണ്ടാം സ്ഥാനം ദക്ഷിണ കൊറിയയ്ക്കും 3ാം സ്ഥാനം ചൈനയ്ക്കുമാണ്. അപ്പോൾ ഇന്റർനെറ്റ് വേഗത്തിൽ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? UAE. 2ാം സ്ഥാനം ദക്ഷിണ കൊറിയയ്ക്കും 3ാം സ്ഥാനം ചൈനയ്ക്കുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജൻഗൽസ. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജൻഗൽസ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ മണ്ണ് പര്യവേഷണ കേന്ദ്രമാണ് പത്തനംതിട്ട. ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ മണ്ണ് പര്യവേക്ഷണ കേന്ദ്രം എവിടെയാണ്? പത്തനംതിട്ട. ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ മണ്ണ് പര്യവേഷണ കേന്ദ്രമാണ് പത്തനംതിട്ടയിലാണ്. നെക്സ്റ്റ്, ഭൂമിയിൽ നിന്നും 37 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും അടങ്ങിയ ചിഹ്നഗ്രഹത്തിന്റെ പേരാണ് സൈക്കി. ഭൂമിയിൽ നിന്നും 37 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും അടങ്ങിയ ചിഹ്നഗ്രഹമാണ് സൈക്കി. നെക്സ്റ്റ്, 2025 ഏപ്രിലിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 81. 2025 ഏപ്രിലിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 81. ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? സിംഗപ്പൂരിനാണ് ഒന്നാം സ്ഥാനം. അപ്പോൾ 2025 ഏപ്രിലിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 81. ഒന്നാം സ്ഥാനം സിംഗപ്പൂർ. നെക്സ്റ്റ്, ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ്
പദ്ധതിയുടെ ഭാഗമായി 2025 ഏപ്രിൽ 5-ന് കർണാടകയിലെ കാർവാറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ഓഫ്ഷോർ പെട്രോൾ വെസലാണ് INS സുനൈന. ഇന്ത്യയിൽ ഓഷ്യൻ ഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി 2025 ഏപ്രിൽ 5-ന് കർണാടകയിലെ കാർവാറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ഓഫ്ഷോർ പെട്രോൾ വെസലിന്റെ പേരാണ് INS സുനൈന. നെക്സ്റ്റ്, കക്കാടംപൊയിൽ കുരിശുമല ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട്. കക്കാടംപൊയിൽ കുരിശുമല ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് കോഴിക്കോട്. നെക്സ്റ്റ്, DRDO വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബാണ് ഗൗരവ്. DRDO വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബിന്റെ പേരാണ് ഗൗരവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഏപ്രിലിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാരിപ്പള്ളി രാമയ്യ. 2025 ഏപ്രിലിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാരിപ്പള്ളി രാമയ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യചരിത്രത്തിൽ ആദ്യമായി ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ സുപ്രീം കോടതി അംഗീകാരത്തോടെ 10 ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത സംസ്ഥാനമാണ് തമിഴ്നാട്. രാജ്യചരിത്രത്തിൽ ആദ്യമായി ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ സുപ്രീം കോടതി അംഗീകാരത്തോടെ 10 ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത സംസ്ഥാനമാണ് തമിഴ്നാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തദ്ദേശ വകുപ്പ് സംഘടിപ്പിച്ച വൃത്തി ദേശീയ കോൺക്ലേവിന് വേദിയാകുന്നത് തിരുവനന്തപുരം. തദ്ദേശ വകുപ്പ് സംഘടിപ്പിച്ച വൃത്തി ദേശീയ കോൺക്ലേവിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേസർ അധിഷ്ഠിത ആയുധ ശേഷിയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലേസർ അധിഷ്ഠിത ആയുധ ശേഷിയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. മറ്റ് രാജ്യങ്ങൾ അമേരിക്ക, ചൈന, റഷ്യ എന്നിവയാണ്. അപ്പോൾ ലേസർ അധിഷ്ഠിത ആയുധ ശേഷിയുള്ള ലോകത്തിലെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. മറ്റ് രാജ്യങ്ങളാണ് അമേരിക്ക, ചൈന, റഷ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20 കിലോമീറ്റർ ദൂരപരിധിയിൽ എതിരാളികളുടെ ആയുധങ്ങളെ തകർക്കുന്ന 300 കിലോവാട്ട് ശേഷിയുള്ള DRDO വികസിപ്പിക്കുന്ന ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനമാണ് സൂര്യ. 20 കിലോമീറ്റർ ദൂരപരിധിയിൽ എതിരാളികളുടെ ആയുധങ്ങളെ തകർക്കുന്ന 300 കിലോവാട്ട് ശേഷിയുള്ള DRDO വികസിപ്പിക്കുന്ന ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനത്തിന്റെ പേരാണ് സൂര്യ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.